നിങ്ങൾ എന്ത് വേണോ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചോ, പക്ഷേ ഈ 5 സാധനങ്ങൾ മാത്രം ദയവ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കരുത്. നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. മറക്കാതെ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് മാക്സിമം ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്തോ. ഒന്നാമതായി, തൊലി കളഞ്ഞ വെളുത്തുള്ളി ഫ്രിഡ്ജിൽ വെക്കുന്നത് ഒഴിവാക്കുക. അതിൽ പൂപ്പൽ അഥവാ ഫംഗസ് എളുപ്പത്തിൽ വരും. ഇത് കഴിക്കുന്നത് ക്യാൻസറിന് വരെ കാരണമായേക്കാം. തൊലി കളഞ്ഞ വെളുത്തുള്ളി വാങ്ങാനോ സ്റ്റോർ ചെയ്യാനോ പാടില്ല. ആവശ്യം വരുമ്പോൾ മാത്രം തൊലി കളഞ്ഞ് ഉപയോഗിക്കുക. രണ്ടാമതായി, ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ അതിലെ സ്റ്റാർച്ച് പഞ്ചസാരയായി മാറി രുചി മാത്രമല്ല മാറ്റുന്നത്, പാകം ചെയ്യുമ്പോൾ അതിലെ ഹാനികരമായ രാസവസ്തുക്കൾ പുറത്തു വിടുകയും അത് നമ്മളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. മൂന്നാമതായി, മുറിച്ച സവാള ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത്. അതിനകത്തും ഷുഗർ ഫോർമേഷൻ ഫാസ്റ്റായിട്ട് നടക്കുകയും ഒപ്പം തന്നെ പൂപ്പൽ വരികയും ചെയ്യും. സവാള സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ തന്നെ സൂക്ഷിക്കുക. മുറിച്ച് വെക്കാനും പാടില്ല. അടുത്തതായി, ബാക്കി വന്ന ചോറ് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഈർപ്പം കാരണം ടോക്സിൻസ് വരാൻ സാധ്യതയുണ്ട്. ഇത് വീണ്ടും ചൂടാക്കിയാൽ കേടൊന്നും വരില്ല, അതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതലാണ്. അവസാനമായി, മയോണൈസ് പോലുള്ള മുട്ട ചേർന്ന സാധനങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത്. ഇതിൽ സാൽമോൺ അല്ല ബാക്ടീരിയ വരെ ഉണ്ടായേക്കാം. ഇതുമൂലം ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ബാക്കിയുണ്ട്. ഏതൊക്കെ വെക്കണ്ടെന്നുള്ളത് ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മറക്കണ്ട, അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ഈ വീഡിയോ മാക്സിമം ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്തോ. നിങ്ങൾ എന്ത് വേണോ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചോ, പക്ഷേ ഈ 5 സാധനങ്ങൾ മാത്രം ദയവ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കരുത്. നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. മറക്കാതെ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് മാക്സിമം ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്തോ. ഒന്നാമതായി, തൊലി കളഞ്ഞ വെളുത്തുള്ളി ഫ്രിഡ്ജിൽ വെക്കുന്നത് ഒഴിവാക്കുക. അതിൽ പൂപ്പൽ അഥവാ ഫംഗസ് എളുപ്പത്തിൽ വരും. ഇത് കഴിക്കുന്നത് ക്യാൻസറിന് വരെ കാരണമായേക്കാം. തൊലി കളഞ്ഞ വെളുത്തുള്ളി വാങ്ങാനോ സ്റ്റോർ ചെയ്യാനോ പാടില്ല. ആവശ്യം വരുമ്പോൾ മാത്രം തൊലി കളഞ്ഞ് ഉപയോഗിക്കുക. രണ്ടാമതായി, ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ അതിലെ സ്റ്റാർച്ച് പഞ്ചസാരയായി മാറി രുചി മാത്രമല്ല മാറ്റുന്നത്, പാകം ചെയ്യുമ്പോൾ അതിലെ ഹാനികരമായ രാസവസ്തുക്കൾ പുറത്തു വിടുകയും അത് നമ്മളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. മൂന്നാമതായി, മുറിച്ച സവാള ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത്. അതിനകത്തും ഷുഗർ ഫോർമേഷൻ ഫാസ്റ്റായിട്ട് നടക്കുകയും ഒപ്പം തന്നെ പൂപ്പൽ വരികയും ചെയ്യും. സവാള സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ തന്നെ സൂക്ഷിക്കുക. മുറിച്ച് വെക്കാനും പാടില്ല. അടുത്തതായി, ബാക്കി വന്ന ചോറ് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഈർപ്പം കാരണം ടോക്സിൻസ് വരാൻ സാധ്യതയുണ്ട്. ഇത് വീണ്ടും ചൂടാക്കിയാൽ കേടൊന്നും വരില്ല, അതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതലാണ്. അവസാനമായി, മയോണൈസ് പോലുള്ള മുട്ട ചേർന്ന സാധനങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത്. ഇതിൽ സാൽമോൺ അല്ല ബാക്ടീരിയ വരെ ഉണ്ടായേക്കാം. ഇതുമൂലം ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ബാക്കിയുണ്ട്. ഏതൊക്കെ വെക്കണ്ടെന്നുള്ളത് ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മറക്കണ്ട, അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ഈ വീഡിയോ മാക്സിമം ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്തോ.